പൂരം നടത്തിപ്പിന്റെ പേരിൽ തൃശൂരിൽ നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പ്. കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ രംഗത്ത് വന്നതിന് പിന്നിലും സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള കോൺഗ്രസിന്റെയും ബിജെപിയുടെയും തന്ത്രങ്ങളാണെന്നാണ് സൂചന. യാഥാർത്ഥ്യങ്ങൾ മറച്ചുപിടിച്ചുകൊണ്ടാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം. തൃശൂർ പൂരം നടത്തിപ്പ് ചെലവിന്റെ പ്രധാന വരുമാന സ്രോതസ്സാണ് പൂരം കമ്മിറ്റി തേക്കിൻകാട് മൈതാനിയിൽ നടത്തുന്ന തൃശൂർ പൂരം പ്രദർശനം. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രദർശന നഗരിയുടെ സ്ഥലവാടക വർദ്ധിപ്പിച്ചതുമൂലം പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലാകുന്നുവെന്നാണ് പ്രധാന പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പറയുന്നത്. തൃശൂർ പൂരം പ്രതിസന്ധിയിലാക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നുവെന്നും ഇരുവിഭാഗവും ആരോപണം ഉന്നയിച്ചു. നിലവിൽ 45 ലക്ഷം രൂപയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കിട്ടിയിരുന്നത്. പൂരം എക്സിബിഷൻ കമ്മിറ്റിയെ കക്ഷി ചേർത്ത് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് സ്ഥലത്തിന്റെ വാടക പുനർനിർണ്ണയിക്കാൻ ഉത്തരവിട്ടത്. ഇതനുസരിച്ച് നടപ്പാത, ഫൗണ്ടൻ, കുളം എന്നിവയെല്ലാം ഒഴിവാക്കിയുള്ള സ്ഥലത്തിന് സ്ക്വയർ ഫീറ്റിന് 2 രൂപ ദേവസ്വം ബോർഡ് നിരക്ക് നിശ്ചയിക്കുകയും ചെയ്തു. 60 ദിവസത്തേക്ക് 1,82 ലക്ഷം രൂപയും GSTയുമാണ് കണക്കാക്കിയത്. 2 രൂപ നിരക്ക് നിശ്ചയിച്ചതിന് ശേഷം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ഇതോടെ കൊച്ചിൻ ദേവസ്വം ബോർഡിന് വാടക നിരക്കിൽ മാറ്റം വരുത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടാവുകയും ചെയ്തു. അതേസമയം നിരക്ക് കുറയ്ക്കാൻ കോടതി ആവശ്യപ്പെട്ടാൽ അതിന് തയ്യാറാണെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ വകുപ്പുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പൂരം പ്രദർശന നഗരിയിൽ സൗജന്യ നിരക്കിൽ സ്ഥലം നൽകുന്നുണ്ടെങ്കിൽ അത്രയും സ്ഥലത്തിന് വാടക ഒഴിവാക്കി നൽകാമെന്ന് ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ പൂരം കമ്മിറ്റിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, തൃശൂർ.